പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു വെട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിന് കജട എന്നും പേരുണ്ട്. കാരണം നമ്മൾ വെട്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ പൊടി കുഴച്ച് കത്തി കൊണ്ട് വരട്ടിട്ടാണല്ലോ നമ്മൾ ചെയ്യാറ്. ഇതതിൻ്റെ ആവശ്യമില്ല. ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ തന്നെ ഇങ്ങനെ വെട്ട് പോലെ വരും. അപ്പോൾ ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ റെസിപ്പി ഉണ്ടാക്കാനായി 1 കപ്പ് മൈദപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ റവയും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പ്, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 2 സ്പൂൺ നെയ്യ്, ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നന്നായി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഈ മാവ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇത് കുഴച്ചെടുക്കാനായി 1/2 കപ്പ് പാലും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 1/2 കപ്പ് പാല് മുഴുവനായി ഒഴിച്ച് കൊടുക്കാതെ ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ച് വേണം കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 മുട്ടയും കൂടി പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഈ റെസിപ്പി ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്യുന്നത് നിങ്ങൾക്കും കൂടി കാണിച്ച് തരാമല്ലോ എന്ന് കരുതിയാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. ഈ മാവ് കുഴക്കുന്ന സമയത്ത് 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഈ മാവ് കുഴക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിൽ വെള്ളം കൂടുതലാണെന്ന്. പക്ഷേ ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കുമ്പോൾ പാകത്തിനായിരിക്കും കേട്ടോ ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ മാവ് നല്ലതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്യാനായി ഒരു ചട്ടി വെച്ച് അതിൽ ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതിൽ നിന്നും കുറേശ്ശെ മാവെടുത്ത് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, കാരണം പെട്ടെന്നായി കിട്ടും. ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യുക. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കേക്ക് തന്നെയാണ് കേട്ടോ. നമ്മൾ പരത്തി ബുദ്ധിമുട്ടൊന്നുമില്ല, വേഗം പെട്ടെന്നായി കിട്ടും ചെയ്യും. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. കാരണം നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലും വേണമല്ലോ ചായക്ക്. അപ്പോൾ ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണത്. ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ കാരണം എല്ലാവരും നല്ല വിഷമത്തിലാണല്ലേ. ഇത്രയും വലിയൊരു ചൂട് നമുക്ക് ഇതുവരെ ഉണ്ടായിട്ട് തന്നെ ഇല്ല. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാതും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇത് മുറിക്കുമ്പോൾ കിട്ടുന്നത്. നമ്മൾ വെട്ട് കേക്കൊക്കെ മുറിച്ച് കാണുന്നത് പോലെ തന്നെ. പിന്നെ എല്ലാത്തിനും നല്ല വെട്ട് വീണിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.